ऐसा है ऐसा है। अच्छा है, किधर है? तुम्हारा बॉस किधर है? വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പോൾ നമ്മൾ വെങ്ങളം മുതൽ കോരപ്പുഴ പാലം വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ ചാനൽ വീഡിയോ കാണുന്ന ഉടൻ തന്നെ ലൈക്ക് ചെയ്യാൻ ആദ്യം തന്നെ നിങ്ങൾ പ്രയോറിറ്റി ലൈക്ക് ചെയ്യുക. പിന്നെ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് ഗാർഡറുകളൊക്കെ ലോഞ്ചിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ലോഞ്ചിങ്ങിൻ്റെ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചതാണ്. അപ്പം ഉടൻ തന്നെ ഒരു ലൈക്ക് ചെയ്തോളൂ. അപ്പം ഇവിടെ ഗാർഡർ ലോഞ്ചിങ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രെയിനുകൾ ഗാർഡറുകൾ തൂക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഗാർഡറുകൾ ലോഞ്ച് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ നമ്മുടെ ട്രെയിലറിൻ്റെ മുകളിൽ ഗാർഡർ ഓൾറെഡി കാറ്റ് വെച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ഗാർഡറാണെന്ന് തോന്നുന്നു, നമ്മൾ അറിയില്ല, അങ്ങോട്ട് ചെന്ന് നോക്കണം. അപ്പം നമ്മുടെ വടകര ഒക്കെ മൂരാട് ആ ഭാഗത്തൊക്കെ ക്രെയിന് നമ്മുടെ മൂരാട് പാലത്തിൻ്റെ ഒക്കെ ഗാർഡർ ലോഞ്ച് ചെയ്ത ടീം തന്നെയാണ്, വജ്രം ക്രെയിൻ തന്നെയാണ്. ഇവിടെയും കോരപ്പുഴ പാലത്തിൻ്റെ ഗാർഡറും ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടമാനം ഗാർഡറുകളൊക്കെ ഇവിടെ KMC കോൺക്രീറ്റ് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. ഈ ഗാർഡറുകൾ ഓരോന്നായി ഇവിടുന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഈ ഗാർഡറിനൊക്കെ ശരിക്കും ഇവർ നമ്പർ ഇട്ടിട്ടുണ്ടാവും. ഓരോ ഗാർഡർ ഏത് പൊസിഷനിലാണ് വരേണ്ടതെന്നുള്ള കൃത്യമായ നമ്പറുകളുണ്ടാവും. ആ നമ്പറുകൾ കോഡുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നോരോന്ന് അവർ നോക്കിയിട്ട് ലോഞ്ച് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ എലിവേറ്റഡ് ഹൈവേ, KMCയുടെ എലിവേറ്റഡ് ഹൈവേ നമ്മളെ വെങ്ങളം ഈ ഭാഗത്തു നിന്ന് ആരംഭിക്കണം. ഇതൊക്കെ സർവീസ് റോഡിൻ്റെ ഒക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞു. ആ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള കുഞ്ഞു ക്രാഷ് ബാരിയർ റോഡ് ഡൈവേർട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഫിനിഷിംഗ് വർക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗങ്ങൾ ടാറിയാനുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത്. കൂറ്റൻ എലിവേറ്റഡ് ഹൈവേ ആണ് നമ്മൾ കോഴിക്കോട് ഭാഗത്ത് ഇപ്പോൾ കടന്നു പോകുന്നത്. കോഴിക്കോട് നമ്മൾ ബീച്ച് കൂടുന്നതിനനുസരിച്ച് ഹൈവേയുടെ ബാക്കി ഏതാണ്ടൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇതിൻ്റെ മുകളിൽ ടാറിങ് നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കി. ഒരു കൂട്ടൻ അണ്ടർ പാസേജ്, ഒരു കുഞ്ഞ് അണ്ടർ പാസേജ്, നേരത്തെ ഉണ്ടായിരുന്ന അണ്ടർ പാസേജ് മുന്നോടിയായി വലിയൊരു അണ്ടർ പാസേജ്. എലിവേറ്റഡ് ഹൈവേ ആണ്. ഏകദേശം 500 മീറ്റർ അത്രയുള്ള എലിവേറ്റഡ് ഹൈവേ ആണ്. ഇതിൻ്റെ മുകളിൽ ടാറിങ് ഒക്കെ കഴിഞ്ഞു. കുറേ ടാറിങ് കഴിഞ്ഞെന്നാണ്. ടാറിങ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ കഴിയാൻ ബാക്കിയുണ്ട്. ഇതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷീറ്റ് വിരിച്ചത് കാരണം ഇതിൻ്റെ മുകളിലുള്ള കാഴ്ച ഇതാണ്. താറിയാനാവശ്യമായ ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മളധികം മുന്നോട്ട് പോയിട്ടില്ല, കാരണം താറിയാനാവശ്യമായിട്ടുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ച് താറിയാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമാണ്. അപ്പോൾ നമ്മൾ അതിലെ വണ്ടിയെടുത്ത് പോകുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെർമിഷനും കിട്ടണമെന്നില്ല. എന്തായാലും പോകുന്നത് ശരിയല്ല, പെർമിഷൻ നമ്മൾ ചോദിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മടങ്ങി വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ
കോരപ്പുഴ പാലത്തിൻ്റെ തൊട്ട് മുന്നേയുള്ള പ്രദേശമാണ്. ഇവിടെയൊക്കെ 6 വരിയും ടാറിങ് കഴിഞ്ഞു, സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു, ഫ്ലാഷ് വാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു, സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് കഴിഞ്ഞു. അങ്ങനെ എല്ലാവിധ വർക്കുകളും ഈ ഭാഗത്ത് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ കോരപ്പുഴ പാലം വരെ 6 വരി വിശാലമായി കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ 6 വരിയും KMC വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. വാഗാടിൻ്റെ വർക്ക് കഴിഞ്ഞ് നമ്മൾ ഈ പ്രദേശങ്ങളിലെത്തുമ്പോഴാണ് ദേശീയപാതയുടെ വർക്കിൻ്റെ സ്പീഡ് കുറച്ച് നമുക്ക് മനസ്സിലാകാം. വാഗാട് അദാനി ഗ്രൂപ്പ് ഇവരെ വർക്ക് കോഴിക്കോട് ജില്ലയിൽ നമ്മൾ വടകര, കൈനാട്ടി, തെക്കോടി, നന്ദി, പയ്യോളി, കൊയിലാണ്ടിയൊക്കെ വളരെ സ്ലോ ആണെന്ന് മനസ്സിലാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള വർക്കായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോഴാണ് മനസ്സിലാവുക. അപ്പം ഇവിടെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലുള്ള ഗേഡർ ഇൻസ്റ്റാളേഷൻ. വർക്ക് അങ്ങനെ നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലെത്തി. അപ്പോൾ പാലത്തിൻ്റെ വൺ സൈഡിലാണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുള്ളൂ. വൺ സൈഡിൽ പില്ലറിൻ്റെ വർക്കൊന്നും കഴിയാത്തതുകൊണ്ട് തന്നെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നില്ല. അപ്പോൾ വൺ സൈഡിൽ ഇൻസ്റ്റാളേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഹാൻഡി ക്രെയിനൊക്കെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗേഡർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ ഗേഡറാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഗേഡർ ഓൺ ദ വേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വർക്കേഴ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ മൂരാട് പാലം പോലെ തന്നെ വളരെ കൂറ്റനായിട്ടുള്ള ഒരു പാലമാണ് കോരപ്പുഴ പാലം. ഒരു പക്ഷേ മൂരാട് പാലത്തെ കടക്കാം നമുക്ക് വലിപ്പം തോന്നും. ഇത്രയും വിശാലമായി കിടക്കുകയാണ്. ഗേഡറിൻ്റെ വർക്കൊക്കെ, പില്ലറിൻ്റെ വർക്കുകളൊക്കെ വൺ സൈഡിൽ പൂർണ്ണമായും പൂർത്തിയായല്ലോ. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടിനായി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്ന ഓരോ ആളുകളും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം.